എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ തൃക്കരിപ്പൂർ ശ്രീ കണ്ണമംഗലം കഴകത്തിന്റെ മുന്നിലാണുള്ളത്. ഇന്ന് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, 25 സംവത്സരങ്ങൾക്ക് ശേഷം ശ്രീ രാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിന് അരങ്ങൊരുങ്ങുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ സുദിനം. അതിന് മുന്നോടിയായിട്ട് ശ്രീ രാമവില്യം കഴകത്തിൽ നിന്ന് ആചാരസ്ഥാനികരും അതുപോലെ തന്നെ ബാല്യക്കാരും അവരുടെ സ്ത്രീ ജനങ്ങളും ഉപചാരപൂർവം ശ്രീ കണ്ണമംഗലം കഴകത്തിലേക്ക് എത്തിയിട്ട് ഇവിടെയുള്ള ആചാരസ്ഥാനികരെയും അതുപോലെ തന്നെ ഇവിടുത്തെ ബാല്യക്കാരെയും കുടുംബാംഗങ്ങളെയും കാണുകയും അവർക്ക് ഒരു ദിവസത്തെ കളിയാട്ടത്തിൻ്റെ ചടങ്ങുകളിലേക്ക് ആവശ്യമായിട്ട് വരുന്ന അത്യാവശ്യം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന് വേദിയാവുകയാണ് കണ്ണമംഗലം കഴകം. നമ്മൾക്കറിയാം, ഓരോ പെരുങ്കളിയാട്ടങ്ങളും വിവിധ സമൂഹങ്ങളും അതുപോലെ തന്നെ സമുദായങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യപ്പെടലിൻ്റെ പ്രതീകം കൂടിയാണ്. അങ്ങനെ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും അതുപോലെ തന്നെ ഐക്യപ്പെട്ടുമാണ് നമ്മളെ മനുഷ്യ സമൂഹങ്ങൾ ഇന്നത്തെ രീതിയിലേക്ക് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ പെരുങ്കളിയാട്ടം നടക്കുന്ന 2 ക്ഷേത്രങ്ങളും, ശ്രീ കണ്ണമംഗലം കഴകവും അതുപോലെ തന്നെ ശ്രീ രാമവില്യം കഴകവും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന, അതുപോലെ തന്നെ ആചാരപരമായും അനുഷ്ഠാനപരമായും ഏറെ ബന്ധമുള്ള ക്ഷേത്രങ്ങൾ എന്നുള്ള രീതിയിലും പ്രശസ്തമാണ്. അവിടെയുള്ള ആചാരസ്ഥാനികർ, ബാല്യക്കാർ, സ്ത്രീകൾ ഉപചാരപൂർവം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ട് ഇവിടുത്തെ ആചാരസ്ഥാനികരും അതുപോലെ തന്നെ ബാല്യക്കാരും സ്ത്രീകളും അവരെ ഉപചാരപൂർവം സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരിവിടുത്തെ ഭഗവതിയെ വണങ്ങിയതിനു ശേഷം ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ള ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഈ സാധനങ്ങൾ അവിടുന്ന് വന്ന ആളുകൾ അവരുടെ തലച്ചുമടായിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന തികച്ചും പവിത്രമായ ഒരു ചടങ്ങിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്കും വിശദാംശങ്ങളിലേക്കും നമ്മളെ ആധാർ കാർഡ് ഇപ്പത്തെ ഭാഗത്ത് വന്നോ
രാഹുലേ അതിങ്ങോട്ട്
എന്തൊരു സന്തോഷമുള്ള കാഴ്ചയാണിത്. നമ്മുടെ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്ന സമയത്ത് ആ സമുദായത്തിൽപ്പെടാത്ത ഒരു ക്ഷേത്രമായിട്ടുള്ള ശ്രീ കണ്ണമംഗലം കഴകം മനസ്സും കൈയും നിറച്ചുകൊണ്ട് ആണ് ഈ ഒരു കാഴ്ച ശ്രീ രാമവില്ലം കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. അങ്ങനെ രണ്ട് സമൂഹങ്ങളും രണ്ട് സമുദായങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രതീകമാണ് ഇത്തരം കാഴ്ചകൾ. ഇത്തരം കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും അതുപോലെ തന്നെ പൈതൃകത്തിൻ്റെയും ഏറ്റവും വലിയ ശേഷിപ്പ് എന്നത് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഈ കാഴ്ച പ്രേക്ഷകർക്കായിട്ട് സമർപ്പിക്കുകയാണ്. അത് നമ്മളെ ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ അടുപ്പിനുള്ള കല്ല്, അതുപോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളുമാണ് ശ്രീ രാമവില്ലം കഴകത്തിലേക്ക് ശ്രീ കണ്ണമംഗലം കഴകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാഴ്ച. ഇതൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ പരസ്പരം കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും കഴിക്കാൻ ആവശ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പരസ്പരം അന്ന് പഞ്ഞമ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പരസ്പരം സഹായിച്ചും തന്നെയാണ് മനുഷ്യർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇന്നത്തെ ഈ കാഴ്ച. ഇതിന്റെ ചടങ്ങിനെ കുറിച്ചൊന്ന് പറയാം. ഇത് ലൈവാണ്, മറ്റേത് വേറെ വീഡിയോ. ഈ ചടങ്ങെന്ന് പറയുന്നത് ഒരു പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത് സാമുദായിക കൂട്ടായ്മയാണ്. ജാതി മറന്നുകൊണ്ടുള്ള ഇടപെടലാണ് ശരിക്കും അതിൻ്റെ പൂർണ്ണതയും ധന്യതയും ഉണ്ടാക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ണമംഗലം കഴകവും രാമവില്ലം കഴകവും എന്നുള്ള അഭേദ്യമായ ബന്ധമും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് ദീപുന്തിരി, ചക്രവാണി അമ്പലത്തിൽ ദീപുന്തിരി, ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് രാമവില്ലം കഴകത്തിൻ്റെ തിരുസന്നിധിയിൽ കൊളത്തി അടുത്ത ചടങ്ങാണ് ശ്രീ കണ്ണമംഗലം ഭഗവതിയുടെ തിരുനടയിൽ നിന്ന് ഭക്ഷണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഭഗവതി കൽപ്പിച്ചതാണ് രാമവില്ലത്തേക്ക് കൊടുക്കണമെന്ന്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വലിയൊരു പരസഹസ്രം ആളുകൾ ഈ സന്നിധിയിൽ എത്തിച്ചേർന്നു. അത് വളരെ മഹനീയമായ ഒരു ചടങ്ങാക്കി മാറ്റാൻ കണ്ണമംഗലം കഴകത്തിനും രാമവില്ലത്തിനും കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. എവിടെ പറയുന്നത് വേണ്ട, രാമവില്ലം കഴകത്തിൽ ആരൊക്കെ എന്ന് പറയണ്ട. മാഷെ പറ. ഇത് പരസ്പര സഹകരണം. രണ്ട് ക്ഷേത്രങ്ങളിൽ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളിൽ പണ്ട് കാലഘട്ടത്തിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ഐക്യപ്പെട്ട് മുന്നോട്ട് പോയതിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരം ചടങ്ങ്. എന്താണ് മാഷക്ക് പറയാനുള്ളത്? 25 കൊല്ലത്തിന് ശേഷമാണ് രാമവില്ലം കഴകത്ത് പെരുങ്കളിയാട്ടം നടക്കുന്നത്. ആചാര മര്യാദകളനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും തുടർന്നു വരികയാണ്. കണ്ണമംഗലം കഴകത്തിൽ നിന്ന് കലവറയിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സാധന സാമഗ്രികളും എല്ലാം ഒരുക്കി വെക്കുകയും അത് രാമവല്യം കഴകത്തിൽ നിന്ന് വരുന്ന ബാല്യക്കാരും സ്ത്രീകളും കൂടി ചേർന്ന് ഏറ്റുവാങ്ങി അത് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഏറ്റവും മഹത്തായ ഒരു സന്ദേശമാണ് ഈ കഴകവും രണ്ട് കഴകങ്ങളും കൂടി ഏറ്റെടുത്തിരിക്കുന്നത്. പരസ്പര ബന്ധിതമായ സാഹോദര്യത്തിൻ്റെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെയും മകുടോദാഹരണമാണ് ഇന്ന് നടന്ന ഈ ചടങ്ങ്. കാലം എത്ര കഴിഞ്ഞാലും ഈ ബന്ധവും ഈ സാഹോദര്യവും ഈ സമർപ്പണ ബോധവും നിലനിൽക്കണം എന്നാണ് കഴകം ആഗ്രഹിക്കുന്നത്. അത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം, ഈ പെരുങ്കളിയാട്ടം മഹത്തായ ഒരു വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മതിയാകും. ഇതാണ് രാമവില്ലം കഴകത്തിന്റെ ദേവസ്വം പ്രസിഡന്റാണ് മാഷ്. ആ പ്രസിഡന്റ് എനിക്കറിയാം മാഷ്. അതുകൊണ്ട് കണ്ടില്ലേ, പരസ്പരം
പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന സന്ദേശം തന്നെയാണ് നമ്മുടെ ആചാര മേഖലയിൽ നിന്ന്, ക്ഷേത്ര മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നത് വലിയ അഭിമാനകരമായ കാര്യമാണ്. പച്ചവെളിച്ചത്തിനു വേണ്ടി ശ്രീ കണ്ണമംഗലം കഴകത്തിൽ നിന്ന് രാജീവൻ പച്ച.